ഇത് ഞാൻ നിന്നെ പൊട്ടിക്കാൻ വേണ്ടി ഭയങ്കര ട്രൈ ചെയ്യാൻ പോകുന്ന ഒരു കളിയാ. നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. റാലി ടയേഴ്സ് പൊളിക്കും. ബാംഗ്ലൂർ ഡേയ്സാ. ബാബുന്റെ പോലെ ആയിരിക്കും. അവനാണ് ഇങ്ങനത്തെ രാത്രി ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നത്. ദിനേശന്റെ പോലെ വിളിയൊന്നും കേട്ടില്ലല്ലോ ഇതുവരെ. ഞാൻ പുള്ളിയെ വിളിക്കുന്നില്ല. പുള്ളി പോട്ടെ, ഇതൊക്കെ അപ്പച്ചി കണ്ട ഞാൻ വീട്ടിൽ കയറ്റത്തില്ല. അല്ല മറ്റന്നാ അങ്ങോട്ട് പോകാനുള്ളത് അതാ. അതുകൊണ്ടാ വിട്ടായിരിക്കുന്നേ. ഇവരെ ഇടിക്കിട്ടാലും ബാബുന്റെ പറഞ്ഞ ഇടിക്കണം. ഇപ്പൊ ഇടിക്കാൻ പറ്റത്തില്ല, കുറച്ച് കഴിയും. കാട്ടിപ്പോയി. ഞാനിന്നൊരു അപരാധി പടം കണ്ടു. ഇത് കൊടുത്തിണ്ടായിരുന്നില്ലേ? ഹനാൻഷ എന്താടാ വരും നോക്കുമ്പോ ആളെ വിളിച്ച് കളിയാക്കണത്. ഹനാൻഷ അക്കുച്ച് ട്രോളി വീഡിയോ ഇറങ്ങി. ചെറുത്തായിട്ടൊന്നൊരു കൊക്കാവണം എന്നാണ് എൻ്റെ ആളാ. ഞാൻ കൊക്കും കോഴിയൊക്കെ പെൻസ് എല്ലാം പൊട്ടിച്ച് പോവാണല്ലോ ഗോകു ബ്രോ. ഒരു കാർഡ് എടുത്തോണ്ട് അതിനകത്ത് കുഴപ്പമില്ല. അന്ന് BGM കളിക്കാൻ തിരിച്ചു. ഈ ശ്വാനൻ വന്ന് കളിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവരോടും കളിക്കാം. നീ റെയിൻബോൾട്ടിന്റെ വീഡിയോ കണ്ടിട്ട് കുറച്ചിട്ട് പഠിച്ചായിരിക്കും ഇതൊരു പറഞ്ഞത്. എനിക്കങ്ങനെ വൈകിട്ട് നീ എല്ലാ ദിവസവും തരും ഇത് ഗസ് ചെയ്യാൻ പോണം. ചാറ്റ് നോക്കിയിരുന്ന് അടിക്കാൻ പോണം. ഞാൻ ചാറ്റ് നോക്കിയെന്നല്ലേ അടിക്കുന്നത്. ഞാൻ എന്റെ കൂട്ട് ശ്വാനത്തരൊന്നും കാണിക്കാറില്ല. രസമായിരുന്നു അല്ലേ? പിന്നെ ഭയങ്കര ആ രസത്തിന് ഞാനിപ്പോ അനുഭവിക്കുന്നു. ആ രസം ഒന്ന് കുറച്ചിരുന്നെങ്കിൽ കുറച്ച് നന്നായിരുന്നു. ഒരുത്തിരുന്നു ഞാനിവിടെ. ഞാനും അവനെ മുമ്പിൽ നോക്കിയത് ഞാൻ മുമ്പിൽ പോയി. എന്ത് കിട്ടിയില്ലേ ചെക്ക്മെന്റ്? ഇല്ല കിട്ടിയില്ല. ഇതില് വേറൊരു കോമഡി ഉണ്ട് കേട്ടോ. ഒന്നും പറയല്ല ചേട്ടാ. കോമഡി എന്നേ ഞാൻ പറഞ്ഞോളൂ. ചേട്ടൻ ഇങ്ങനെ മാപ്പ് ഉണ്ടാക്കും എന്നിട്ട് സസ്പെൻസ് വിളിച്ച് പറയും. ഇത് അണ്ണനായിരുന്നോ? സസ്പെൻസ് പറഞ്ഞില്ല. ബാമാണ് ഇത്. ബാമല്ലേടി? ബാമ
ഏത് സത്യമാവയാ? അല്ല ചുണ്ടിടുന്ന വാവ. ചുണ്ടിലെടുത്ത വാവേ നിനക്കത് ചുണ്ടിലെടുത്ത ബാവേ ബാമടാ ബാം ബാം ബാമേ സീതൊന്നും അല്ല ബാം ബാം ബാമ. ചുണ്ടി എടുത്ത ബാം ആണ്. ചുണ്ണിയിലല്ല ചുണ്ടില്. നീ ചുണ്ടിലൊക്കെ ഇടുമായിരിക്കും. ഞാൻ ഇടത്തില്ല, ഞാൻ ചുണ്ടിലിടത്തുള്ളൂ. ചിലപ്പോ ഉണ്ണി കണ്ണ മറ്റേ കൈ വളർന്ന് പറഞ്ഞ കണക്കെ നീയല്ലേ ചുണ്ണി ഇടുന്നുണ്ടായിരിക്കും ചിലപ്പോ, അറിയത്തില്ലല്ലോ എനിക്ക്. എവിടെയാ നീ? ആ വരുതാ. അതെനിക്ക് കർമ്മ കിട്ടിയതാളിയാ, കർമ്മ. എത്ര പിന്നെ അടിച്ചിടാൻ നോക്കിയതാ. നീ കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ടോ? പിന്നെ ഉറപ്പായിട്ട് ചോദിക്കും. കർമ്മ ഇസ് എ ബിച്ച്. ഇരുന്നടിച്ചിറക്കാണല്ലോ ഗോകു. എന്നെ തോപ്പിച്ചേ. ആരോട് പറഞ്ഞത്? എടാ ആ ഒരു ഒറ്റ മിസ്റ്റേക്ക്. ഇപ്പൊ സ്പൈഡർമാൻ ഡിവന്റ് ഒക്കെ ഉണ്ട്. ബീജമേ കളിക്കാം. പിന്നെ ഞാൻ പറിക്കാത്ത ബാറ്റ്മാനും ഇപ്പം ഗ്ലാസ്കോയിലാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്. എന്തോടാ ബാറ്റ്മാന്റെ പുതിയത് ഗ്ലാസ്കോയിലാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്. ഗ്ലാസ്ഗോയിലോ? റോള് വെക്കാത്ത എന്ത്? റോള് വെക്കാത്ത എന്ത്? സൂപ്പർമാൻ ആണോ ചെട്ടിട്ട് കിടക്കുന്നത്? ചെട്ടിട്ട് എന്തൊരവസ്ഥയാടാ, എന്തൊരവസ്ഥയാടാ. അഞ്ചാമതെത്തിയ എന്നെ ഏറ്റവും ലാസ്റ്റ് കൊണ്ടിട്ടാ. അത് പഠിക്കുന്നത് ഞാൻ. ഞാൻ പോയടാ. ഇപ്പോഴെന്നോടാ ബാറ്റിൽ പാസും പ്ലെയിനും ഒക്കെ. ചേട്ടനൊക്കെ അരക്കി കളിച്ച് കുടിച്ചേക്കണ തോന്നുന്നു മാപ്പ്. നിനക്ക് വലിയ പ്രശ്നമാണ് അതൊക്കെ. അതോ എന്ത് പോക്കോ ഇതിനകത്ത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നല്ലേ ഉള്ളൂ. ഇന്നലെ മൊത്തം ഈ മാപ്പ് തന്നെ ഇരുന്ന് ഓടിച്ചില്ലേ? ഇത് തന്നെ ഉള്ളൂ. സാറാന്നാ ഏതോ ഒരു പയ്യന പോയോടാ എല്ലാം കൊണ്ട് എഡിറ്റ് ചെയ്യുന്ന കഴിവ് ഇവനിരുന്നോ? മറ്റേ പോസ്റ്റർ ഒക്കെ ചെയ്യുന്ന മറ്റേ സിനിമയൊക്കെ ചെയ്യുന്ന സിനിമയെ അതെനിക്ക് അറിഞ്ഞൂടാ. ഇനി അതിന്റെ സിനിമയൊക്കെ ചെയ്തോന്നാണ്. ആരെ കുറിച്ചാ പറയുന്നത്?
ഞാൻ കേട്ടില്ലായിരുന്നു. ഇവിടെ കാറിന്റെ സൗണ്ട് ഭയങ്കര ഹൈ ആണ്. ഞാൻ പണ്ടോട്ടുള്ള തമിഴ്നാട് എഡിറ്റർ എന്ന് പറഞ്ഞതാ. ആ അങ്ങനെ. അതെ അതെ ഞാൻ തന്നെ. അതിപ്പോ നീ എഡിറ്റ് ചെയ്തില്ലേ? കുറച്ച് കുറവ്. പോകും എന്താ എത്ര ലേറ്റ് ആയെന്ന് ഞാൻ ആലോചിച്ചുള്ളൂ. അപ്പഴാണ് മനസ്സിലായത്. ഗോകു എന്താ കുറച്ച് ലേറ്റ് ആയതെന്നേ, സമയം കുറഞ്ഞതെന്ന് ആലോചിച്ചതാ. അപ്പൊ അവിടെ വളവിൽ എനിക്ക് പണി കിട്ടി. ചെക്ക് പോയിന്റ് ഇല്ലെന്ന് പറഞ്ഞ സൈഡിൽ കൂടെ കയറി വന്നേട്ടാ. നിന്നെ ഉദ്ദേശിച്ചാടാ ഈ മാപ്പ് ഉണ്ടാക്കിയത്? അല്ലല്ല സൈഡിൽ കൂടെ കയറി ഒന്നല്ല, കയ്യിൽ നിന്നും കയറി. ആരൊക്കെ കൂടെ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞു. പനിയായോണ്ട് വെറുതെ വിടാന്ന് വിചാരിച്ചതാ. അപ്പൊ കേറി അഹങ്കാരം. കൂടെ ഉണ്ട് വായു, കാറ്റും മണ്ണൊക്കെ എല്ലാം ഉണ്ട്. ശല്യമായത് മറ്റേ പയ്യൻ മറ്റേ സിരിബേൽ ഇതായിട്ടല്ലേ ഈച്ചായിട്ട് വന്നത്. ഇനി അതൊന്നും ഞാൻ മണ്ണായിട്ടാണ്. ആകാശത്തെങ്ങനെ ഉണ്ടോ വലുതായിട്ട്? വരുന്നല്ല, നിന്റെ അച്ഛനാണ് ചിലപ്പോ കമ്പി വല്ല വവ്വാലായിട്ട് തൂങ്ങിക്കിടന്നുണ്ടായിരിക്കും. ഇങ്ങനത്തെ ഗുണങ്ങളൊക്കെ ഇഗ്നോർ ചെയ്യും. നീ പോയി പോയി എന്താടാ നിന്റെ പ്രശ്നം? അടിയാൻ വരെ തിരിച്ചു പോയി. ആര്? ഞാൻ വീണ്ടും അന്നത്തെ പോലെ ആയടാ ഒരു കോമ്പറ്റീഷൻ. ഇല്ല ആരൊക്കെ വന്നാലും ഇല്ല. കാസർഗോക്ക് ഒരു ചക്ക കിട്ടി കഴിഞ്ഞാണ്. ചക്ക കിട്ടി അത് പിടിച്ചു കയറി. ചക്ക എന്താ വള്ളി വല്ലോണം പിടിച്ചു കയറാൻ? ചക്കിൽ വള്ളി ഉണ്ടല്ലോ, മണ്ടറാണ്. ചക്ക വള്ളി ഉണ്ടോ? അത് ഏത് വള്ളി കളിയാ? ചക്കക്കകത്ത് ഉള്ള വള്ളി? വള്ളി പിടിച്ചല്ലേ ചക്ക ഇരിക്കട്ടെ. നീ പൊട്ടനാണോ? വാടാറങ്ങി. ആ അത് ട്രൂ ആണ്. അത് വള്ളിയല്ലല്ലോ, ഒരു വള്ളി. ആ അതിന്റെ തണ്ട് പോലത്തെ ആ തണ്ടുമേ വള്ളിയാവുന്നേ. വള്ളിയായ ചിലപ്പോ വള്ളിയൊക്കെ ആയിരിക്കും. ഫൈനൽസാ ഫൈനൽസ് ഇപ്പൊ ചുബോർ നിർത്തിയാന്തോ അവൻ. ലെറ്റ്സ് ബിൽഡ് ഫൈനൽസ് കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അവയില്ലേ? നിങ്ങൾ ഓഫാണോ? ഫോമിലാണല്ലോ. ഇതൊക്കെയാണോ ഫോം? എന്റെ പൊന്ന് ഉണ്ടോ?
അവൻ ഉറങ്ങിയിരിക്കും അവൻ. ചളി 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 ആ കളി കളി ഇങ്ങനെ കഴിഞ്ഞിട്ടേ ഉള്ളു അവര്. ഡിങ്ഡാങ് അല്ലടാ ബൂംബാം. അടുത്ത വരി പാട് പാട്ട് പാട് തനിച്ചോർ തനിച്ചോർ എടാ പൊതിച്ചോറും ബിരിയാണി ഒന്നും അല്ല, അത് മിണ്ടാരി. വീണ്ടും നമ്മള് കോമ്പറ്റീഷൻ. ഈഗിളേ ഈഗിളേ നീ എവിടെ? ചൂടല്ല ചൂടല്ല ആശം ഉണ്ടായിരുന്നു പിറകെ പിടിക്കുന്നുണ്ട് കേട്ടാ. വാ 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 അത് കളി. ബുംബാണ്ടിക ഡിക പെട്ടെന്ന് റൈറ്റ് സൈഡിൽ തീയെത്തുന്നു. ഓബിയസ്ലി ഹൺസ്. കണ്ടായിരുന്നു അവിടെ കണ്ടു. ഈ റോഡ് അവൻ എന്തോ അത് പാട്ട് പാടിക്കൊണ്ടിരിക്കണോ? പാട്ട് പഠിക്കും. ഞാനിങ്ങനെ കഴിവുള്ളവര് പാടും. അപ്പൊ നീ കഴിവുള്ള സമ്മതിച്ചല്ലടാ, കഴിവില്ലാത്ത അമ്മനെ നിന്നെ നീ പാട്ട് പാടുവാ. അതായത് നീ പാട്ട് പാടുവാണോ? അതാ നീ നീ അതെ നാട്ടിൽ കിട്ടുന്നില്ല. ഞാൻ നിന്നെ ഓടത്തും ഉണ്ടാക്കും. ഒരു മണിയാശാരി ഉണ്ട് നമ്മുടെ പുള്ളിക്കാരനാണ് ഈ പാർട്ടി പ്രവർത്തനങ്ങളൊക്കെ മറ്റേ വൈകുന്നേരം ജീപ്പിനകത്ത് പ്രസംഗിക്കുന്നവരെ എടുക്കുന്നത്. അതിനൊക്കെ പറ്റിയൊരു പല സൈഡാണത്. ജയിച്ചതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ചിരിക്കാം. ആ നീ ചിരിക്കാൻ വേണ്ടിട്ടല്ലേ പറഞ്ഞേ, കാര്യമായിട്ട് പറഞ്ഞേ. എടാ ഈകളെ അവനെ തോപ്പിയാണ് അവനെയെന്നാ. കൈലാസിന്റെ അടുത്ത് വണ്ടിയാണ് അവൻ കണ്ടതേക്കള. ഇത്തവണ എനിക്ക് ഇപ്പോഴൊന്നും ഞാൻ മറ്റേ സ്വന്തം സ്കോട്ടിനെ കൊണ്ട് അവരുടെ വണ്ടിയാണ് കളിക്കാൻ കൊണ്ട. വീണ്ടും ഞാൻ എന്ത് കൂടോത്രം വെച്ചിട്ടുണ്ട് തോന്നുന്നു. ഞാൻ ഇത്രയും നേരം 87 വരെ വന്നതാ. ഏതോ ഒരു ചെക്ക് പോയിന്റ് വരുത്തോ. നീ പൊട്ടിക്കോ നാസ്കൈനെ. നാളെ ഇതേപോലെ ഒരു ബെറ്റ് വെച്ച് 1000 ഈ ചാറ്റിലുണ്ടെന്ന് തോന്നുന്നു അപ്പൂട്ടൻ എന്റെ അടുത്ത് ആയിന്നൊക്കെ പറഞ്ഞു ചാറ്റില്. അപ്പൊ ഞാൻ ബെറ്റ് വെക്കുന്നതിന് അതിന് മുന്നത്തെ കളിയിൽ 7-1 തോപ്പിച്ചവൻ. അതും കണ്ടാണ് ഞാൻ ബെറ്റ് വെച്ചത്.
അടുത്ത കളിയിൽ മുക്കി മൂളി ഒരു പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ തോറ്റു. അപ്പോൾ ഞാൻ ചോദിച്ചു ഓഹോ എന്നാലും ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഡബിൾ ഓർ നത്തിങ് വെച്ച്. തമ്മിലുള്ള ഞാൻ വെച്ചപ്പോ അവൻ കളിയെല്ലാം മറന്നു. അല്ലെങ്കിൽ കറക്കിയൊക്കെ ഇതിൽ കയറ്റുന്നവനായിരുന്നു, ഗോൾ പോസ്റ്റ് കയറ്റുന്നവനായിരുന്നു. കയ്യിലെ കൊണ്ട് ഇങ്ങനെ ഉരുട്ടി കൊടുക്കുന്നു.